ഹലോ ഗൈസ്, ആരും എങ്ങും പോകരുത്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസമാണ് ഞങ്ങൾ കാണിച്ചത്. ഞാനും എൻ്റെ വെള്ളക്കുട്ടിയും എൻ്റെ ചാച്ചനുമുള്ള ഓരോ ദിവസത്തെ ഫുൾ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. രാവിലെ തന്നെ ചാച്ചൻ 7 മണിക്ക് എഴുന്നേക്കും. വന്ന് ഞങ്ങളുടെ കഥവെല്ലാം കൂടെ തുറന്നു വെച്ച് ഞങ്ങൾ വെറുതെ അഴിച്ചങ്ങ് വിടും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇവിടെ ഒക്കെ ഓടി നടന്ന് മണമൊക്കെ പിടിച്ച് ഞങ്ങളുടെ വീടൊക്കെ നല്ല ശ്രദ്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ ഇങ്ങനെ പപ്പി പറയും നടക്കുമ്പം ചാച്ചൻ എന്തെടുക്കും, ഒരു ട്രീറ്റ്സ് എന്തെങ്കിലും തരും. ഇതെന്ന് പറഞ്ഞാൽ എന്തോ ഉണക്കമീൻ ഏതാണ്ട് ചതച്ച് പറിച്ച് ഉണ്ടാക്കിയെടുത്ത് അവന്മാർ പാക്കറ്റ് ചെയ്ത് തരുന്ന സാധനമാണ്. വലിയ ഏതാണ്ട് അമൃത് തരുന്ന പോലെ ചാച്ചൻ കൊണ്ട് തരുന്നത്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എൻ്റെ പെണ്ണുമ്പിള്ള വെള്ളയാണെങ്കിൽ അവളെ കഴിച്ചോളൂ. അവൾക്ക് വിശപ്പിൻ്റെ കൂടുതലൊന്നും കഴിക്കുന്നതല്ല, വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ ഗായ്സ്. അത് പറക്കി താഴെ ഇടും, പിന്നെ അവിടെ നിന്ന് പറക്കി തിന്നും. ബാക്കി വെറുതെ ചാച്ചനെടുത്ത് ഞങ്ങളുടെ പിഞ്ഞാണത്തിലിടും. ആവത്തിന്ന് പിന്നെ ഞങ്ങൾ കഴിക്കും. നല്ല രസമാണ് കഴിക്കാനൊക്കെ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ചാച്ചൻ അങ്ങോട്ട് പോകുന്നത് ക്ലീനിങ് പർപ്പസിലാണ്. ഞങ്ങൾ ആ മുറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഓടിച്ചിട്ട് തല്ലും ചാച്ചനെ. അതുപോലെ ഞങ്ങളുടെയൊക്കെ പുരത്തൊക്കെ ഇടും. മാന്താനും പറിക്കാനുമായിട്ടൊരു ബോർഡൊക്കെ ഇട്ടിട്ടുണ്ട്. അത് മാന്തി പറിച്ച് അവിടെ എല്ലാം ഞങ്ങളങ്ങ് വിതറും. രാത്രിയിലെ പണി ഇതാണ്, കണ്ടല്ലേ. എൻ്റെ ചാച്ചൻ എന്ത് പണി കൂട്ടി വെച്ചാണ്ട് ഇവിടെ നിന്നാൽ ഇനിയും ശരിയല്ല. ആ കള്ളക്കളവൻ ഇനിയും ഉണ്ടല്ലോ, ചൂലൊക്കെ എടുത്തുകൊണ്ട് വരും, ദേഷ്യപ്പെടും. കണ്ണതിനും കാണുന്നതിനും എല്ലാം നമ്മളെ തന്നെ തെറി പറയും. അതുകൊണ്ട് തൂത്തിട്ട് മാറുന്നതാണ് വേറെ, ഇവിടുന്ന് മാറുന്നതാണ് നല്ല. നല്ല ചൂലും കെട്ട് പുറത്ത് കയറും. അങ്ങനെ ചാച്ചൻ തൂക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടും ജീവൻ രക്ഷാർത്ഥം വെളിയിൽ പോയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ദൂരെ നിന്ന് കാണാം. ഈ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പോഴാണ് അടിക്കുന്നത്. അപ്പോഴാണ് ഗായ്സ് എനിക്ക് അപ്പി ഇടാൻ തോന്നിയത്. കഷ്ടം, എൻ്റെ ഒരു കഷ്ടകാലം ഒന്ന് ആലോചിച്ചോടെ. 2 പാത്രം വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ. എന്നാലും ചട്ടി തുറന്നതാണ് ഗൈസ് എനിക്കിഷ്ടം. അതിലാകുമ്പോൾ ഇച്ചിരിയുടെ മണ്ണ് കൂടുതലുണ്ട്. ലിറ്റർ മണ്ണാകട്ടോ, ഇത് തൂറിയാലുണ്ടല്ലോ അറിയത്തില്ല. തൂറിയിട്ട് മാന്തി ഇച്ചിരി മണ്ണ് വാരിയിട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും ഇവരെങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകുന്നത്, ഇവരെങ്ങനെയാണ് സൂസ് വെക്കുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സൂസ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ മണ്ണ് മൂടി അതങ്ങ് കല്ല് പോലെ അങ്ങ് ആവും. അത് പിന്നെ ജസ്റ്റ് ഒരു ഷവൽ വെച്ച് വാരിക്കളഞ്ഞാൽ മതി. എപ്പോൾ ചാച്ചൻ വരും വാരിക്കളയാൻ. അപ്പോൾ മണ്ണ് മാറ്റിയിടണമെന്ന് ചാച്ചൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ കള്ളക്കളവൻ നോക്കി നിൽക്കുക, മാറ്റി കിട്ടിയില്ലെങ്കിൽ എന്നെ നല്ല അടിയും വെച്ച് തരും. അതുകൊണ്ട് മാറ്റിയിടുന്ന പോലെ കാണിക്കുക. എനിക്ക് വയ്യ ഈ ചിച്ചിക്കകത്ത് കൈയിട്ടളിക്കാൻ എൻ്റെ പൊന്നു മക്കളെ. അപ്പോൾ ദൂരെ ഇങ്ങനെ നമ്മൾ മണ്ണ് മാന്തിയിടുന്ന പോലെ കാണിക്കാം. ആ കള്ളക്കളവൻ വന്ന് വേണേ വാരി കളയട്ടെ. കഴിഞ്ഞു 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 ഞാൻ നല്ല അധ്വാനം ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞു ചാച്ചാ. ചാച്ചൻ തൂമ്പയും കൊണ്ട് വന്നിട്ടുണ്ട്, മൺവെട്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാം വെട്ടിക്കോരി ഇപ്പോൾ ഒരു കവറിലിട്ട് കെട്ടിക്കൊണ്ട് കളയും. അത് വെളിയിലൊന്നും കളയാൻ പറ്റത്തില്ല. അത് കൂടെ കളയുന്നതിൻ്റെ കൂടെ തന്നെ വേറെ പാക്കറ്റാക്കി ചാച്ചൻ കെട്ടിപ്പോതിനിപ്പോൾ കൊണ്ട് കളഞ്ഞോളും. നമുക്കതിലൊന്നും ഒരു പ്രയാസമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പിടൽ പരിപാടി. ചൂസ് വെക്കുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ കേട്ടോ. ഈ മണ്ണ് കൂടിയാൽ നല്ല കട്ട പോലെ ആയിക്കോളും. ബാക്കിയുള്ള മണ്ണ് നല്ല വൃത്തിയായിട്ട് അവിടെ കിടക്കും. നമ്മുടെ മേത്തോ ഒരു വൃത്തികേടുമില്ല. വൃത്തിയുടെ കാര്യത്തിൽ ഞങ്ങൾ അഗ്രഗണ്യരാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ വളർത്തുന്നവർക്ക് ടെൻഷനൊന്നും വേണ്ട. പക്ഷെ തീട്ടം കോരാൻ അറിയണം എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ലതായിട്ട് ചെയ്യും. ചാച്ചൻ മിടുക്കനാ ഇതിനൊക്കെ. ശരിക്കും പറയട്ടെ, ചാച്ചന് ഇവിടെ തീട്ടം കോരുന്ന പണിയാണ് കുഞ്ഞുങ്ങളെ. ഞങ്ങളെ വാങ്ങിച്ചപ്പോൾ തൊട്ട് ചാച്ചൻ്റെ അതോ ഗതിയാണ്. പക്ഷേ കുഴപ്പമില്ല, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അതുകൊണ്ടൊന്ന് കളയാനുള്ള പരുവത്തിൽ ചാച്ചൻ അവിടെ കൊണ്ടുവെക്കും. ചാച്ചാ ഇത് കളയുവാണോ എന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ പെണ്ണുമ്പിള്ള പോയി തിരക്കി നോക്കുന്നത്. എടി കളയട്ടടി, എടി നമ്മുടെ തന്നെ വേസ്റ്റാടി, കളയട്ടടി. ചാച്ചൻ്റെ കയ്യിൽ നിന്ന് കീറ് വാങ്ങിക്കണമെങ്കിൽ മാറുപണേ. ചാച്ചൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ മേപ്പോട്ട് പോകും. മേപ്പോട്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക്. അവിടെ ചെന്നാൽ വിശാലമായ ഒരു ബാൽക്കണി ഉണ്ട്. ഇച്ചിരി ശുദ്ധമായി ശ്വസിക്കാമല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഞാനും പുറകെ പോകും. എൻ്റെ പുറകെ എൻ്റെ പെണ്ണും പിള്ളയും കൂടെ വരും. അപ്പോൾ നമ്മൾ ടെറസിൽ ഇറങ്ങിയേക്കാണ് ബാൽക്കണിയിൽ. അപ്പോൾ അവിടെ നല്ല വിശാലമായ കുറേ ചെടികളൊക്കെ ചാച്ചൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കിളിക്കൂടുകളെല്ലാം അവിടെയാണ്. അപ്പോൾ ചാച്ചൻ നമ്മളെ കുറച്ച് നേരം ഒരു 1/4 മണിക്കൂർ നമ്മൾ ഇനിയും ടെറസിലായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ വെള്ളക്കുട്ടിയും വന്നിട്ടുണ്ട് പുറകാലെ. അപ്പോൾ ഞങ്ങളിവിടെ സ്വസ്ഥമായിട്ട് അങ്ങ് അഴിച്ചു വിടും. ഒരു ടെൻഷനും ഇല്ല. ഇനി ചാച്ചനാ കുഞ്ഞുങ്ങൾക്കൊക്കെ ആഹാരമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ മാറ്റി വെച്ച് പിന്നെ ചെടിയൊക്കെ നനച്ച് കുറച്ച് നേരം കസറത്തൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ ചാച്ചന് കിട്ടി അകത്ത് പോകും. അകത്ത് പോകുമ്പോൾ നമ്മളും കൂടെ അങ്ങ് പോകും കേട്ടോ. അല്ലെങ്കിൽ ആ കിളവൻ്റെ വാലിരിക്കുന്ന എല്ലാം കേൾക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശമൊക്കെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വെള്ളമാണ് ചാടി മതിലേ കയറി കറിവേപ്പൊക്കെ തിന്നും. ഇച്ചിരി ദിവസവും അവൾ തിന്നാറുണ്ട്. അവളുടെ വയറ്റിൽ കുഞ്ഞുങ്ങളുള്ളതല്ലേ, അവൾക്ക് ആരോഗ്യം നോക്കണ്ടേ. ഇതാണ് നമ്മുടെ ആകാശവും ഭൂമിയും. മുകളിൽ ആകാശം, താഴെ ഭൂമിയും. അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ ചാച്ചൻ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ തൂക്കിയെടുത്ത് അകത്തിടും കേട്ടല്ലോ. ചെടിയുടെ വെള്ളമൊക്കെ ഒഴിച്ചു. ഇത്ര കഴിയുമ്പോൾ നമ്മൾ പോകണം. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഒരു സ്റ്റണ്ട് നടത്തിയാലെന്ന്. ചാച്ചനല്ലേ തെറി വിളിക്കും, തെറി, നല്ല കൊഴുത്ത തെറി.
അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കുന്ന പ്രയാസത്തിന് ഞാൻ ചാടി വരയ്ക്കകത്ത് കയറാനുള്ള പരിപാടി. അപ്പം അവിടെ കിടക്കുന്ന കയറ്റുപായും എല്ലാം തള്ളിപ്പോയി ചാച്ചനത് മാറ്റി വിരിക്കും. വിരിച്ചു കഴിഞ്ഞ് കഥ അടയ്ക്കുമ്പോൾ അവിടെ ചെന്നോണം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ തൂക്കിയെടുത്ത് കൊണ്ടകത്തിടും. ചാച്ചൻ്റെ ചില നേരത്തെ സ്വഭാവം ഉണ്ടല്ലോ, ഭയങ്കര കഷ്ടമാണ്. ടാറ്റ കൊടുക്കാനും ബൈ കൊടുക്കാനൊക്കെ പോയി എനിക്കിപ്പോൾ സൗകര്യപ്പെടുത്തും. അപ്പോഴെൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഞാനൊന്ന് സഹതാപം തോന്നിയിട്ട് ഞാനൊന്ന് നക്കി കൊടുക്കുക കേട്ടോ, ഒന്ന് സ്നേഹിച്ച് കൊടുക്കട്ടെ. സഹധർമ്മിയിലെ ഇടയ്ക്കൊക്കെ ഒരു സ്നേഹവും പ്രേമവും ഒക്കെ ആകാം. കൂടുതലായി കഴിഞ്ഞാൽ അവിടെ സ്വഭാവം മാറും കേട്ടോ. സാധാരണ പെണ്ണുങ്ങളെപ്പോലെ തന്നെ അവളും ഇച്ചിരി ഒന്ന് സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവളുടെ സ്വഭാവം അങ്ങ് മാറും. പിന്നെ അടി വഴക്കയ്യോ എനിക്ക് വയ്യായേ, നാണക്കേടോ ആയി ഗൈസ്. നിങ്ങളും കണ്ടു എൻ്റെ മാനം പോയി, എൻ്റെ മാനം കപ്പൽ കയറി. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത്? സാരമില്ല, അവിടെ അടുത്ത് പോകണ്ട, ഉള്ള മാനം കൈ വെച്ചുകൊണ്ട് നമുക്ക് മാറിയിരിക്കാം. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇവിടെയൊക്കെ കടന്നതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ നടക്കും. കുറച്ച് ടെറസിൽ നടന്നതിന് ശേഷം താഴെ ചെന്ന് നോക്കി ചാച്ച എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്, ഇനിയും പോവാം. അപ്പോൾ നേരെ അകത്ത് പോയില്ലെങ്കിൽ ചാച്ചൻ തൂക്കിയെടുത്ത് വരയ്ക്കാത്തിടും. എന്നിട്ട് കഥ അടയ്ക്കും. എന്നിട്ട് താഴോട്ടു എന്ന് പറയും. അപ്പോൾ ജീവന് കൊതിയുള്ളവരെല്ലാം അങ്ങ് താഴെ പൊക്കോണം. അല്ലെ കളവൻ എന്താ പറയുന്നത് അറിയത്തില്ല, അങ്ങ് താഴെ പോകും. പിന്നെ ജോലിക്ക് പോകും, നമ്മുടെ റൂമിൽ അടച്ചിട്ട് ജോലിക്ക് പോകും. വൈകിട്ട് വന്ന് പിന്നെയും നമ്മളെ തുറന്നു വിടുമ്പോൾ പിന്നെ നമുക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ മുറിയിലൊക്കെ കയറി അലമാരി ഒന്ന് തുറന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. പക്ഷേ കളവൻ തുറക്കത്തില്ല. എന്നാൽ പിന്നെ ജനലിൽ കുറച്ച് നേരം എഴുന്നേച്ച് ദൂരക്കാഴ്ചയൊക്കെ കണ്ടോടെ അവിടെ ഇരിക്കും. പിന്നെ കുറച്ച് നേരം ചാച്ചൻ്റെ കൂടെ ഉറക്കം, പിന്നെ ചാച്ചൻ്റെ കൂടെ കളി. കളവൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഞോണ്ടി മാന്തി ഇരിക്കും. ഉറങ്ങാനും സമയത്ത് ഞാൻ ചിലപ്പോൾ പിടിച്ച് കടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നല്ല കടി കൊടുക്കും, നല്ല മാന്തം പിടിച്ച് കൊടുക്കും. നമ്മളോടാണ് കളി. പക്ഷേ ഉണ്ടല്ലോ എൻ്റെ ചാച്ചൻ നല്ല മനുഷ്യനാണ്, നല്ല സ്നേഹമുള്ളവനാണ്. എപ്പോഴും നമ്മളവിടെ ഭയങ്കര സ്നേഹമാണ്. ഫുഡിൻ്റെ കാര്യം പറഞ്ഞേക്കരുത്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു എരുമയെ വളർത്താനുള്ള ചിലവ് നമുക്കുണ്ട്. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യം മാത്രം നീ ആരോടും വീഡിയോയ്ക്കകത്ത് പറഞ്ഞേക്കരുത്, ചാച്ചൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ ഒന്നും പറയണ്ട. പിന്നെ ചാച്ചൻ്റെ നെഞ്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുട്ബോൾ മൈതാനമാണ്. എവിടെയും കയറി എങ്ങനെയും വരിക്കാം. പാവം പിടിച്ചവനൊന്നും പറയത്തില്ല. അതുപോലെ നമ്മളെ സ്നേഹമായിട്ടാണ് കൊണ്ട് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ചാച്ചനെ കിട്ടാൻ നമ്മൾ പുണ്യം ചെയ്യണം, പുണ്യം. പിന്നെ ഞങ്ങളെ റൂമിലേക്ക് തിരിച്ച് കയറ്റിയിട്ട് കഥ അടയ്ക്കും. അപ്പോൾ ഒരു 12 മണി രാത്രിയാവും. എന്നിട്ട് ചാച്ചൻ പോയി സുഖമായിട്ട് ഉറങ്ങും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.